സംസ്കാരം എന്ന് പറയുന്നത് കുട്ടികൾക്കറിയില്ല. നമ്മുടെ നാടിൻ്റെ സംസ്കാരം അറിയില്ല. അവർക്ക് ആ സംസ്കാരം ആ ഒരു സംസ്കാരം അറിയുള്ളൂ, അത് ശവസംസ്കാരമുള്ളൂ. സകലമാന കുട്ടികളും ഏകദേശം 50% കുട്ടികളും മയക്കുമരുന്നിൻ്റെ അടിമപ്പെട്ട് കഴിഞ്ഞു. 50%. അല്ലാത്തവന്മാരൊക്കെ നാട്ടിൽ നിന്ന് പോവുകയും ചെയ്യുന്നു. അപ്പം നല്ല വിത്തുക്കളൊന്നും ഇവിടെ ഉണ്ടാവില്ല കുറച്ചു കാലം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. ആ അവസ്ഥയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. സ്വന്തം അമ്മ കൊച്ചിൻ്റെ മേത്ത് MDMA പാക്കറ്റാക്കി ഒട്ടിച്ച് വിടുകയാണ് വിൽക്കാൻ വേണ്ടി. അതുവരെ എത്തിയത് നമ്മുടെ കേരളം. എത്ര കൊലപാതകങ്ങളാണ് ഈ കഞ്ചാവ് വലിച്ചിട്ട്. ഈ താമരശ്ശേരിക്കടുത്ത് ആ ഗ്രാമത്തിൽ രണ്ട് പേരാണ്, ഒന്നും രണ്ടും വെത്തൽ ചറപ്പുറ വെട്ടി നശിപ്പിക്കുകയാണ്. ഇറച്ചിക്കട പോലെ ഒരു മനുഷ്യനെയൊക്കെയാണ്. ആ തിരുവനന്തപുരത്ത് അഫാത്തോ അങ്ങനത്തെ ഒരു സ്വന്തം അനുജനെയും അമ്മമ്മയുടെ മോനും ഇളയച്ചനെയും എല്ലാം ഒരു കാരണമില്ല. വലിച്ച് ഈ സാധനം വലിച്ചു അല്ലെങ്കിൽ സാധനം കുടിച്ചു എന്നൊരു സംഭവം മാത്രമേ ഉള്ളൂ. ഈ നാട്ടിൽ അവരെ ശിക്ഷിക്കല്ല വേണ്ടത്. അവരെ ശിക്ഷിച്ചാൽ തലമുറ ഇല്ലാതാക്കല്ല, അവരെ നല്ല വഴിക്ക് കൊണ്ടുവരണവരെ. അതിന് വലിയൊരു എന്താ ഒരു വർക്ക് തന്നെയുണ്ട്. അവർ നല്ല അല്ലാണ്ട് അവരെ അത് വലിച്ചുപോയി എന്ന രീതിയിൽ അവരെ എക്കാലത്തും ഒരു കുറ്റവാളികളായിട്ട് മാറ്റരുത്. അവരെ കൈപിടിച്ച് ഉയർത്താൻ നമുക്ക് ചെയ്യാവുന്ന രീതിയിലൊക്കെ ചെയ്യുന്നുണ്ട്. പിടിച്ചിട്ട് തൃശ്ശൂർ പൂരത്തിന് അമിട്ട് പൊട്ടണമായൊരു സാധനം പിടിക്കുന്നത് 5 കിലോ 10 കിലോ 100 കിലോ എന്നൊക്കെ പട്ട് പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ പിടിക്കും തോറും ഈ രാക്ഷസനെ കൊല്ലുമ്പോൾ രക്തത്തിൽ നിന്ന് വളർന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതും കൂടി നിങ്ങളൊക്കെ മുൻകൈ എടുത്ത് നമ്മുടെ യുവാക്കളെ നല്ല രീതിയിൽ നല്ലൊരു തലമുറയെ ആക്കി വാഴ്ത്തണം. നല്ല തലമുറയാക്കി എടുക്കാനുള്ളത് നിങ്ങളൊക്കെ ഒരു ഐക്യത്തോടെ ശക്തിയോടുകൂടി പ്രവർത്തിക്കണം.